Hey guys, welcome back to yet another vlog. അപ്പോൾ ഇൻട്രോ എടുക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു yet another vlog. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ ഇന്ന് നമ്മളൊരു യാത്രയിലേക്കാണ്. അപ്പം നമ്മളിന്ന് പോകുന്ന തിരുവല്ലയ്ക്കാണ്. ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണെന്ന് പോകുന്നത്. അപ്പൊ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും സീറ്റ് കിട്ടി വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ആലപ്പുഴ ആയിട്ടുണ്ട്. നമ്മളപ്പോ ഇരുന്നിട്ട് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴത്തേക്കും ആലപ്പുഴ ഇപ്പൊ എത്താറായി. നമ്മൾ എറണാകുളത്ത് നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആലപ്പുഴ എത്തും. ഞാനിത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരു ആലപ്പുഴ ബസ് കിട്ടി. അങ്ങനെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് തിരുവല്ലയ്ക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ തിരുവല്ല പോകുന്ന ഒരു എൻഗേജ്മെന്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ബസ് ഒന്നും എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കഥ പറയാം. അതായത് ബസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചങ്ങനാശ്ശേരി റൂട്ട് കയറിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അല്ല, അമ്പലപ്പുഴ റൂട്ട് വഴിയാണ് പോകുന്നത് നമ്മുടെ ഓർഡിനറി ബസ്. അത് ഇവിടെ കൂടെയുള്ള റൂട്ട് നമ്മൾ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ബൈക്കിന് പോയതും ബസ്സിന് പോയതും കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ ഫോൺ എടുത്തിട്ട് ഒരു ഷോ ഓഫ് കാണിക്കണമല്ലോ. പുതിയ ഫോൺ എടുത്തിട്ട് അതിന്റെ ക്വാളിറ്റി കാണിക്കാതിരിക്കുന്ന മോശമല്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഇന്നത്തെ വ്ലോഗ്. പിന്നെ ഇന്ന് വലിയ വ്ലോഗൊന്നും അല്ലായിരിക്കും, ചെറിയ വ്ലോഗ്, എൻ്റെ ചെറിയ ട്രാവൽ വ്ലോഗ് എന്ന് വേണം പറയാം. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്ന് ബസ്സിൽ കയറുന്നത്. അപ്പൊ അതും കൂടെ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. കാര്യം ബൈക്ക് വന്നതിന് പിന്നെ നമ്മൾ ബൈക്കിൽ കറങ്ങിയെടുക്കുക നടക്കുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്താ നമ്മുടെ ഈ ഒരു അമ്പലപ്പുഴ റൂട്ടിന്റെ ഈ ഫോണിൽ കൂടെ ഉള്ള ഭംഗി നിങ്ങളിപ്പോ കാണിച്ചു തരാം. നമ്മള് ബൈക്കിന് പോകുമ്പോഴും ബസ്സിന് മുമ്പേക്ക് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ റൂട്ട് കുറെ വന്നിട്ടുണ്ട്. ബൈക്കിന് പോകുമ്പോൾ കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ട്രാവൽ വ്ലോഗ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും തിരുവല്ല എത്തി. നമ്മൾ തിരുവല്ലയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളുണ്ടായി. ഞാൻ അതിന്റെ ഇടയ്ക്ക് സിനിമ കണ്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. അത് കാരണം മൊത്തം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ റൂട്ട് ഞാൻ കുറെ കാഴ്ച കൊണ്ട് വേണ്ടാന്നും വെച്ച് അങ്ങനെ നമ്മള് തിരുവല്ല വന്നിറങ്ങി. അവിടുന്ന് പിന്നെ അടുത്ത വണ്ടി കയറി ഇവിടെ ഓട്ടോ നമ്മുടെ ജംഗ്ഷൻ വന്നിട്ട് ബാക്ക് ആയിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഓട്ടോ കയറി പോവാണ്. ഇത് നമ്മുടെ അങ്ങോട്ട് പോകുന്ന, അതായത് വീട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇതൊക്കെ ഞാൻ നമ്മുടെ വ്ലോഗിൽ എല്ലാ ആഴ്ചയും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഫോണിലൊരു വ്ലോഗിങ്, എനിക്ക് തോന്നുന്നു ഫുൾ ടൈം വ്ലോഗ് എടുക്കുന്നത് ഇപ്പോഴായിരിക്കും. ഈ ഒരു വ്ലോഗാണ് നമ്മുടെ ഫസ്റ്റ് ഫുൾ ടൈം വ്ലോഗ്. മറ്റേതിനകത്ത് പഴയ നമ്മുടെ ജേസവണൊക്കെ വെച്ചൊരു വീഡിയോ, ഫോൺ അൺബോക്സിങ് വീഡിയോ. അതിൽ ഫുള്ള് വ്ലോഗും എടുത്തിട്ടുമില്ല. നമ്മൾ ജസ്റ്റ് ഫോൺ എടുക്കാൻ വന്നു. പിന്നെ പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ, അതായത് ക്യാമറയുടെ പവർ കാണിക്കാൻ. ഇത് നമ്മളവിടുത്തെ നമ്മൾ ഓതറയ്ക്ക് പോകുന്ന വഴിക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഞാൻ എപ്പോൾ വരുമ്പോഴും അട കിട്ടും. ഞാൻ അതുകൊണ്ട് എടുത്ത് അട കിട്ടുമെന്ന് വിചാരിച്ചൊരു റീൽസിനുള്ള സാധനം ഒപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അടഞ്ഞിട്ടില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് തുറന്ന കിടക്കുന്നു. ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ടാണ് പുള്ളി എന്തോ പറഞ്ഞ് എന്തോ പറഞ്ഞു. പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മൈക്കും കൂടെ വെച്ചിട്ട് ഇത് കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മുടെ പുതിയ ഫോണിലെ ഫസ്റ്റ് വ്ലോഗ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് വന്ന ശേഷം ഒരു വോയിസ് ഓവർ കൂടെ ചെയ്യുന്നതാണ്. നമ്മൾ ഏകദേശം വീടെത്താറായി. അപ്പൊ ഇന്ന് ഇവിടെ അളിയന്റെ ഒരു അമ്മാവന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ നാട്ടിൽ വന്നിട്ട് പോകുന്നതാണ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ കൂടെ കയറുന്ന. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വർഷത്തിന് മേലെ, ഒരു വർഷത്തിന് മേലെ. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെ കയറിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനൊരു ലോങ് ട്രാവലിങ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പം പോകുന്നത്. പിന്നെ ഇങ്ങോട്ട് തന്നെ റൂട്ടൊക്കെ കിടലായതുകൊണ്ട് നമ്മുടെ പുതിയ ഫോണിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വ്ലോഗിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, അതായത് ഒരു കായല്, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വ്ലോഗ് എടുത്തിട്ട് നല്ല രസമുണ്ട്. ഈ ഫോണിൽ ക്ലാരിറ്റി ആയാലും കൊള്ളാം. പിന്നെ അധികം എഡിറ്റിങ് പരിപാടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു എന്താണ് യാത്ര എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടോ. നല്ല രസമായി. പാടത്തിന്റെ നടുക്കൂടെ റോഡ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ റോഡെല്ലാം മുങ്ങും. അത് കഴിഞ്ഞ് അല്ലാണ്ട് ഈ സമയത്തൊക്കെ വന്ന് ഈ വെയിലുള്ള സമയത്തൊക്കെ ഈ റോഡ് കാണാൻ നല്ല രസമാണ്. ഇതിനകത്തൂടെ പോകാൻ വൈകിട്ടായാലും രാവിലെയൊക്കെ ആയാലും കുറെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഇതിന്റെ അവസാനം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഡേ 2 ആണ്. അതായത് നമ്മൾ 1-ാം തീയതി ആണ് വന്നത്. ഇന്ന് 2-ാം തീയതി ഇന്നായിരുന്നു നിശ്ചയം. അപ്പൊ നിശ്ചയത്തിന് വേണ്ടി പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് പരിപാടികളൊക്കെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോന്നായിട്ട് എല്ലാം കട്ടഡ് സീനായിട്ടായിരിക്കും വരുന്നത്. ഇതാണ് കല്യാണ മണ്ഡപം. നല്ല കിടിലൻ മണ്ഡപമാണ്, അല്ലെങ്കിൽ ഓഡിറ്റോറിയം. പെണ്ണും ചെറുക്കം വരുന്ന ഇതാണ് കാണുന്നത്.
പിന്നെ നമുക്ക് എൻഗേജ്മെന്റ് കൂടെ കാണിച്ചു തരാം. ദേശപ്പത്തെ എൻഗേജ്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൂരത്ത് നമ്മുടെ സൂം ഔട്ടൊക്കെ നമ്മുടെ 1x 2x ഒക്കെ ഇട്ട് വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് ഈ ഒരു വട്ടത്തില്. അപ്പൊ ഇതാണ് ഇപ്പൊ 2x ഇട്ട് സൂം ചെയ്തോണ്ടിരുത്ത് കളിക്കുകയാണ് ഞാൻ. അപ്പൊ ഇതിന്റെ ഓരോരോ കാര്യങ്ങളും പരിപാടികളൊക്കെ ഞാൻ നോക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അവസാനമായിട്ട് കാണിച്ചു തരാം. കുറെ ഫോട്ടോകൾ ഉണ്ട്. അങ്ങനെ നിശ്ചയത്തിന്റെ പരിപാടിയൊക്കെ നടക്കുന്നത്. സൂം ചെയ്യുമ്പോഴത്തേക്കും ഫോക്കസ് മാറി മാറി പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് അവിടെ എന്റെ ബബിളൊക്കെ പൊട്ടിച്ച് ഞാൻ ഇച്ചിരി ദൂരത്ത് നിന്ന് എടുക്കുന്നത്. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ കാണുന്നത്. അതിന് ഇച്ചിരി ഏറ്റവും ബാക്കിലായിരുന്നു നമ്മൾ ഇരുന്നത്. അപ്പൊ അവിടെ നിന്ന് സൂം ചെയ്തൊക്കെ നോക്കുക. നമ്മുടെ സൂമിങ് ക്ലാരിറ്റി കുഴപ്പമില്ല നല്ല രസമുണ്ട്. വീഡിയോ വ്ളോഗിങ് ഞാൻ ഈ ഫോണിനെ പറ്റി ഒരു റിവ്യൂ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മളപ്പോ ഇതിന്റെ സൂം ഔട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി എന്തായാലും നിശ്ചയം കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം നമ്മൾ പോകുന്നുണ്ട്. ഇങ്ങനെ അന്നേരം അപ്പൊ ഇത് ഡേ 3 ആണ്. പറഞ്ഞു വരുമ്പോ ഡേ 3 ആണ്. പക്ഷെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഡേ 4 ആണ്. നമ്മൾ ഇന്നലെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തു. ഇന്നാണ് നമ്മൾ പോകുന്നത് വീട്ടിലേക്ക്. അപ്പൊ തിരുവല്ലയിൽ നിന്ന് ബസ് കയറി ആലപ്പുഴ കയറി. പിന്നെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം പിടിക്കാനാണ്. ഞാൻ ഡയറക്റ്റ് ബസ് കിട്ടുമോ നോക്കി. പക്ഷെ അങ്ങനെ വൈറ്റിലേക്കോ അങ്ങനെ എങ്ങനെയൊന്നും ബസ് കിട്ടില്ല. അപ്പൊ പിന്നെ ആലപ്പുഴ ചെന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളം പിടിക്കാന്ന് വിചാരിച്ചപ്പോ നമ്മൾ എറണാകുളത്തിനാണ് ഇന്ന് പോകുന്നത്. പിന്നെ ഈ പോകുന്ന വഴി നമ്മുടെ ചങ്ങനാശ്ശേരി റൂട്ടായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വന്നത് അമ്പലപ്പുഴ റൂട്ടും തിരിച്ചു പോകുന്ന ചങ്ങനാശ്ശേരി റൂട്ടായിരിക്കും. അതുകൊണ്ട് രണ്ട് റൂട്ടിന്റെയും ഈ ഒരു ഫോണിലുള്ള വ്ളോഗിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല രസമുണ്ട്. എനിക്ക് ഇതൊരു വ്ളോഗ് എടുത്തിട്ട് ഈ ഫ്രണ്ട് ക്യാമിൽ ഒന്ന് പരീക്ഷിക്കാൻ നോക്കി. നല്ല കാറ്റുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേട്ടോണ്ടിരിക്കുക. അത് കാരണം അത് ഡിസ്റ്റർബ് ആകാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറയ്ക്കൊക്കെയാണ് വരുന്നത്. പിന്നെ മഴക്കാറുണ്ട്. ഇപ്പതേ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇപ്പൊ കൈനഗിരി ഈ റൂട്ടിലേക്ക് കയറി. കൈനഗിരി എത്താറായി വരുന്നുണ്ട്. കണ്ട നമ്മളെ പാടശേഖരങ്ങൾ പരിപാടികൾ ഇതിൽ കൂടെ കാണുമ്പോൾ നല്ല രസമുണ്ട്. വ്ളോഗ് ചെയ്യാൻ നല്ല രസമുണ്ട് ഈ ഫോണിൽ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ഫുൾ ടൈം വ്ളോഗുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് നമ്മളൊന്ന് കിടിലൻ വ്ളോഗുകളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതിനു വേണ്ടി ഒരു പരീക്ഷണാർത്ഥം നമ്മുടെ ഫസ്റ്റ് വ്ളോഗിങ് പരിപാടിയാണ് ഇപ്പൊ കണ്ടത്. പിന്നെ ഈ റൂട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നല്ല രസമാണ് ഈ റൂട്ട് വരാനായിട്ട്. ഈ പാടം ഇപ്പൊ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന കാരണം പാടങ്ങളൊക്കെ മറ്റേ നെല്ലുകളൊക്കെ വിളഞ്ഞു നിൽക്കുന്നതാണ് നല്ല രസമാണ്. പിന്നെ അതിന്റെ കൂടെ ഈ മേഘം മഴ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം കാണാൻ നല്ല രസമാണ്. നമ്മുടെ നെടുമുടി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ അങ്ങ് നിരന്ന് കിടക്കുന്നതാണ് നല്ല രസമാണ്. ആകാശമൊക്കെ മഴക്കാറും ഉണ്ട്. നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഞാൻ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എല്ലാം അവസാനം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ അടുത്ത വണ്ടി കിട്ടി. നമ്മൾ ആലുവ വണ്ടിയാണ്. നമ്മൾ പോയി പിന്നെ പൈപ്പ് ലൈൻ ഇറങ്ങാം. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ക്വാളിറ്റിയിൽ എടുക്കാൻ നമ്മൾ 4K ഈ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4K എടുക്കാനും കുഴപ്പമില്ല, ഫുൾ HD കൊള്ളാം. പക്ഷെ 4K ഇച്ചിരി ക്ലാരിറ്റി. പിന്നെ വൈകിട്ടൊക്കെ സമയമാണ് നല്ല രസമാണ്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കാക്കനാട് വന്ന് കാല് കുത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊന്നും വ്ളോഗ് എടുക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മഴ പെയ്ത് അതിന്റെ ഇടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും ട്രാഫിക്, അതായത് ആ ഒരു ബ്ലോക്കും പൊട്ടിയും പ്രശ്നവും ആ റോഡ് പണി നടക്കുന്നതിന്റെ ബ്ലോക്കൊക്കെ കാരണം ഒന്നും എടുക്കാൻ പറ്റിയ കാര്യം. നമ്മൾ പുറത്തോട്ട് തലയിടുമ്പോൾ തന്നെ ഒരു ലോഡ് പൊടിയാണ് നമ്മുടെ മുഖത്തേക്ക് ഇടിച്ച് കയറണം. അത് കാരണം കുറച്ചു നേരം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണെന്ന് കണ്ണു തുറന്നത്. നമ്മുടെ പിന്നെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്ര ഉള്ളൂ വീഡിയോ. പിന്നെ നമ്മുടെ മൈക്ക് അൺബോക്സിംഗ് ഉണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.